ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിബുസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരം കാണിക്കാൻ പോകുന്നത്, അതായത് ചുറ്റുവട്ടം. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അതേപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്, പിന്നെ അതേപോലെ ഷെയർ ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുള്ളൂ. അപ്പം ഇനി ഞാൻ അധികം സമയം കളയുന്നില്ല, വർത്താനം പറഞ്ഞ് ഉറപ്പിക്കണില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം ഞാൻ വളർത്തിയ ചെടികൾ, ഇതേപോലെ പച്ചക്കറി ഐറ്റങ്ങളൊക്കെ കാണിച്ചു തരട്ടോ. ഇത് കൊളാമ്പി എന്ന് പറയും ഈ ചെടിക്ക് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊളാമ്പി എന്നാണ് പറയുന്നത്, എന്താ അറിയില്ല, വേറെ ഏത് പേരുണ്ടോ അറിയില്ല. ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല, ഇതിൻ്റെ അറിയില്ല കേട്ടോ. ഇവിടെ എങ്ങനെ അയച്ചത് പക്കനുമില്ല. പിന്നെ ഇതാണ് മല്ലിക, പിന്നെ അതിൻ്റെ അപ്പുറത്ത് മാസം മാറിയുണ്ട്. ഇത് പിന്നെ നിത്യകല്യാണി. ഇത് നമ്മൾ വീട്ടിലൊക്കെ തൂക്കിയിടുന്നത് ചെടിയില്ലേ, ആ ചെടിയാണ് കേട്ടോ. ആ ചെടി ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ കൊട്ടയെ തൂക്കിയിട്ടില്ലല്ലോ, കൊട്ടയെ തൂക്കുന്ന ചെടിയാണല്ലോ. അപ്പോൾ ഇത് കൊട്ടയെ തൂക്കിയിട്ടപ്പോൾ അങ്ങനെ വളരുന്നില്ല. അപ്പോൾ ഞാൻ 2-3 എടുത്ത് കുഴിച്ചിട്ടപ്പോഴാണ് ഇതിങ്ങനെ എൻ്റെ കാട് പോലെ വളരുന്നത്, ആമസോണിൻ്റെ മതി. പിന്നെ ഇത് നമ്മളുണ്ടല്ലോ പാടത്തൊക്കെ കാണാനുണ്ടല്ലോ ഈ ചെടി, അതിൻ്റെ അങ്ങനത്തെ ഒരു മോഡൽ ചെടി കേട്ടോ. പിന്നെ ഇവിടെ ഒരു മാസം മാറി എൻ്റെ കൂട്ടങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മളെ വീട്ടിലൊക്കെ അധികം ആൾക്കാർ കാണുന്ന ചെടി. അതിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു കേട്ടോ ഇതധികം ഉണ്ടാവണില്ല, തൂക്കിയിട്ടുണ്ടാവണമെന്നില്ല. പിന്നെ ഇത് മല്ലിച്ചപ്പാട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്ലോപ്പിയോ അങ്ങനെ എന്താണ് ചെടിയാണ് കേട്ടോ. അതേപോലെ ഈ ചട്ടയിലും കാണാം. പിന്നെ ഇതാണ് ചെറുപ്പയറില്ലേ. പിന്നെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് കർമ്മൂസിൻ്റെ കുരുകളൊക്കെ. ഇതിലും ചെറുപ്പയർ തന്നെയാണ്, അത് ഉണങ്ങിപ്പോയി. പിന്നെ ഇവിടെ കയ്പങ്ങ, അതിന് വളർന്ന് വലുതാവുന്നുള്ളൂ. ഇവിടെ ചെറുപ്പയറിൻ്റെ വിത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കത്തിരിക്കാൻ മറന്നുപോയി. പിന്നെ വിത്ത് മുളച്ച് വന്നത് കേട്ടോ. ഈ ചെടി എന്താണെന്ന് അറിയില്ല, ചെടിയല്ല പച്ചക്കറിയാണ്. ഇവിടെ പിന്നെ ഞാൻ മീൻ വളർത്തുന്നതാണ്, അത് മൂടിയിട്ടൊക്കെ കേട്ടോ, വലിയ ചൂടില്ല. പിന്നെ അതാണ് ഇവിടെയാണ് 10 കൂട്ടങ്ങളുള്ളത്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരു ചട്ടി, ഇതിൽ മാസം മാറിയാണ്. പിന്നെ ഇതാണ് നമ്മളെ പനല്ലേ, പനൻ്റെ വേര് എന്തോ പൊടിച്ചാണ്ടൊക്കെ കാട്ടില്ലേ, അപ്പോൾ അതാണ്, അതൊക്കെ കിടന്നോട്ടെ. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ വീടിൻ്റെ മുൻവശത്ത് തന്നെ ആയിട്ട് കറിവേപ്പില. പിന്നെ അതേപോലെ ആമത്തോടൻ പൂളാന്ന് പറയും. പിന്നെ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ കുറച്ച് പന്നിയൊക്കെ, ഇവിടെ പന്നിയുണ്ട്, പന്നി മയിലൊക്കെ. അതിൽ പന്നി മാന്തിട്ട് പോയതാട്ടോ. ഓക്കെ, പിന്നെ അവിടെ ഒരു മുന്നിൽ തന്നെ ഒരു വായുണ്ട്, വായമേൽ ഒരു പഴം വായക്കൊല കുലച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു അടക്കപ്പായാണ്, ഇതിന് ഇതുവരെ ഉണ്ടായില്ല, 6 മാസമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വളർന്നിട്ട്. പിന്നെ അവിടെ ഇങ്ങനെ കാണാം കർമ്മൂസ മരം. പിന്നെ ഫ്രണ്ട്സ്, ഇങ്ങോട്ട് കുറച്ച് അടിയിലേക്ക് ഇങ്ങനെ വീട് വന്നാൽ ഇവിടെ കാണാൻ കഴിയും 4 കരിമ്പ് കരിമ്പിച്ചിട്ടാണ് കേട്ടോ. കുറേ കരിമ്പുണ്ടായിനി, അത് വീടിൻ്റെ പിൻവശത്താണ്. അത് മരം വീണാണ്ട്, മരം മുറിച്ചപ്പോൾ മരം കരിമ്പ് കുഴിച്ചിട്ട ഭാഗത്ത് വീണാണ്ട് കരിമ്പെല്ലാം നശിച്ചു പോയതാണ് കേട്ടോ. അപ്പം ഒരു 4 ആൾക്കാരെ അവശേഷിച്ച് നിൽക്കുന്നുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ വീട്. പിന്നെ പൂള, ഏത് പൂള എനിക്കറിയില്ല, ഇത് ആമത്തോടനാണ്. പൂള മത്താക്കായി. ഇവിടെയാണ് പന്നിയൊക്കെ പന്നി മാന്തിയത് കേട്ടോ. പൂള അതൊക്കെ മാന്തിയിട്ടതാണ്. ഇവർക്കണ്ട് വരുമ്പോഴാണ് റോഡ്. ഈ ഭാഗം നേരെ ചീക്കോട് ഭാഗം അങ്ങാടിക്കാണ് എത്തുന്നത്. അതേപോലെ ഈ ഭാഗം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇയാസ് എന്ന് പറയും, അവൻ്റെ വീട്ടിലേക്കാണ് ഈ വൈകുന്നേരം പോകുന്നത്. വീട്ടിൻ്റെ മുന്നിലേക്കാണ് എത്തുന്നത് കേട്ടോ. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു മാവുണ്ട് കേട്ടോ.
ഈ മാവുമ്മൽ ആദ്യം നല്ല മാമ്പഴമൊക്കെ ഉണ്ടാവാറുണ്ടായിനി. ഇപ്പം മാമ്പഴം കുറവാണ് കേട്ടോ. ഓരോ 2 വർഷം മേലെ വിട്ടാണ്ടാണ് മാമ്പഴങ്ങളൊക്കെ ഉണ്ടാവാറ്. അത് എന്താണെന്നറിയില്ല. ആ ഭാഗത്ത് അതാ കാണുന്ന ആ വീടാണ് എൻ്റെ തറവാട്. ഇതാണ് ഇതിൻ്റെ വീടും. പിന്നെ കുറച്ചിങ്ങനെ നടന്നിങ്ങനെ വന്നാൽ മതി. ഈ സ്ഥലം ഉണ്ടല്ലോ, നല്ല ജോഗിങ്ങിനൊക്കെ ഒറ്റ അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ജോഗിങ്ങിനൊക്കെ ഒറ്റ അടിപൊളി സ്ഥലമാണ്. ഇപ്പം അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ മരം എന്ന് പറയാൻ പറ്റും, മട്ടി. നിങ്ങൾ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഇതാണ് ആ മരം, വലുതാ. 2 തെങ്ങ് വെച്ച വലിപ്പുണ്ടാകും ആ മട്ടിയൊക്കെ കിട്ടും. ഇവിടെ ഒരു പൊടണ്ണി. അതേപോലെ ആ കാണുന്ന വീട് നമ്മുടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പം ആ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിൻ്റെ വീടാണ്. അത് അയൽവാസി തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗുഹ ഉണ്ട് കേട്ടോ. ഗുഹ എന്ന് പറയാൻ പറ്റില്ല, ഒരു മട. ഓക്കെ, ആ മട എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ കളിക്കാറുണ്ടോ ഒളിച്ച് കളി. അപ്പോൾ ഒളിച്ച് കളി കളിക്കുമ്പോൾ ഇവിടെ ഒളിച്ചൊക്കെ നല്ല സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ പാമ്പും ചേരയൊക്കെ ആണ്. പക്ഷേ ഈ ഭാഗത്ത് അങ്ങനെ ചേരിയും പാമ്പൊന്നും ഉണ്ടാവാറില്ല. എന്താണെന്നറിയില്ല, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ഭാഗത്തുള്ള പ്രത്യേകത. ഇവിടെ ചേരിയും പാമ്പും അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ ഇവിടെ പന്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് അന്നൊന്നും ഇവിടെ ഇല്ല. ഇനി ഇപ്പോഴാണ് പന്നീൻ്റെ ശല്യം കൂടിയത് കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ ഒളിച്ചടി കളിക്കുമ്പോൾ ഈ മടൻ്റെ ഉള്ളിൽ കയറിയാണ് ഒളിച്ച് കയറട്ടോ. ഈ മടൻ്റെ ഉള്ളിൽ കയറിയാൽ അങ്ങനെ കാടിൻ്റെ മുകൾക്ക് അവിടെ ഒറ്റം പോകാൻ കഴിയും. അപ്പുറത്തൊരു മല ഉണ്ട്, ആ മലയിൽ വരെ എത്തും കേട്ടോ. പിന്നെ അവിടെ ആയിട്ടൊരു മുളമരമുണ്ട്. ഇവിടെ അധികം കാണുന്നത് ഈ കാട്ടുപുല്ല കേട്ടോ. ഇത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മടകളുണ്ട് കേട്ടോ. ഞാൻ ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത്. ഈ ചെടി നല്ലോണം മുറ്റത്തൊക്കെ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതധികം ഉണ്ടാകുന്നില്ല കേട്ടോ. ഈ ചെടി ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് തൂക്കിയിട്ടത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പച്ച ചെടി കേട്ടോ. അതധികം ഉണ്ടാകുന്നില്ല. എന്തായത് ഇവിടെ ഉണങ്ങി വെള്ളം പറഞ്ഞെടുക്കലൊക്കെ ഉണ്ട്. പക്ഷെ ഉണങ്ങി പോവാണ്. എന്തോ ഒരു ജീവി കടിച്ചാണ്ട് എൻ്റെ എല്ലാം നശിച്ചു പോവാണ്. അതേപോലെ തന്നെ മറ്റേ ചെടി ഇത് നല്ലോണം ഉണ്ടായിരുന്നു. അതിനാട്ടിലും കൂടുതലുണ്ടായത് ഇതായിരുന്നു. പക്ഷേ ഇത് എന്താ അറിയില്ല, നശിച്ചു പോയി. ഈ ഒരു സ്ഥലത്താണ് ഞാൻ എന്താ പറയുക, എൻ്റെ ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ ഉള്ള പരിശീലനങ്ങൾ ഓരോന്നും നേരിടും കേട്ടോ. അതായത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഓരോ സ്കില്ലും ഞാൻ സ്വന്തം എൻ്റെ കയ്യിലായിട്ട് ഞാനൊരു സ്കില്ലുണ്ടാക്കും. എന്നിട്ട് ആ സ്കില്ലിൽ ഞാനത് ഇവിടുന്ന് പരിശീലിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ബാക്ക് വശത്തുണ്ട് ഒരു കർമൂസ മരം, പപ്പായ. പിന്നെ അവിടെ ഒരു മാമ്പഴമുണ്ട്, അത് ഉണ്ടാകുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് നമ്മൾ മുട്ടപ്പഴം എന്ന് പറയുമല്ലോ, അതുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എത്തിയാൽ നമ്മൾ വാഴ, പിന്നെ ഇവിടെ ഒരു പൂള, പിന്നെ ഇവിടെ പ്ലാവ് മേലെ ചക്ക ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു ചക്കയാണ്. ഇതവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു മരമുണ്ട്, ശീമപ്പായ എന്ന് പറയും. ഒരു കായ ഉണ്ടായിട്ടുണ്ട്, അതാ കണ്ടല്ലോ. പിന്നെ ഇവിടെ എൻ്റെ ഉപ്പ നടത്തുന്ന ഒരു കോഴികളുടെ കൃഷിയാണ് കേട്ടോ. കോഴികളൊക്കെ വളർത്തുന്ന ഒരു കൃഷി എന്ന് പറയാം. ഞാൻ എന്താ പറയുക, മീൻ വളർത്തും. അതേപോലെ ഇപ്പോൾ അവിടെ കോഴി വളർത്തും. ഇവിടൊന്നും വലിയ മനോഹരമല്ല, പക്ഷേ മുൻഭാഗത്താണ് പുല്ലുകളൊക്കെ നിറഞ്ഞാൽ നല്ലൊരു വേറൊരു ലെവൽ സംഭവമാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ ഉദ്ദേശിച്ചത് ഒരു 7 മിനിറ്റ് ആയിരുന്നു. പക്ഷേ വീഡിയോ ചിലപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ വീഡിയോ ചിലപ്പം കൂടാൻ മതി, അതായത് മിനിറ്റുകൾ കൂടാൻ മതി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക്, പിന്നെ അതേപോലെ
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതായത് നിങ്ങൾ ഷെയറും കൂടി ചെയ്തോണ്ടിട്ടോ. അപ്പോൾ നമ്മൾ അധികം വർത്താനം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ ഒന്ന് പുറത്തേക്ക് കിടക്കാം.